എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വഴുതനങ്ങ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക ചെമ്പകപ്പൂ ഇതള് പോലെ ഇങ്ങനെ അരിഞ്ഞ് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറയെ കണ്ടിട്ടുണ്ട് ഞാനിത് 1 മിനിറ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ തോല് കളയണം. തോല് കളയട്ടെ. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ കളയാതെ ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ ചെത്തിയെടുക്കണം. വളരെ സൂക്ഷ്മതയോടെ ചെത്തിയെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ചെത്തിയെടുത്തിട്ട് കാണിക്കാവേ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു ഗൈസ്. തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം ഇതിനെ ഇങ്ങനെ 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 ആക്കു ബാലു, ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു. ഇങ്ങനെ മതി മതി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലേ അത്ര വേണ്ടെന്ന്. ഓ മൈ ഗോഡ്. ഇനി ഇങ്ങനെ ആക്കി എടുക്കുക. ആവേശം ആദ്യമായിട്ടാണേ പറഞ്ഞേ ഞാൻ അപ്പഴേ അത് വേണ്ട വേണ്ടെന്ന്. സാരില്ല, അങ്ങോട്ട് മാറ്റി വെക്കും. രണ്ടാമത്തെ നമുക്ക് പെർഫെക്റ്റ് ആക്കാം. ഓക്കെ. അതിലെന്ന് എന്ത് പൂന്നാ പറഞ്ഞത്? ചെമ്പകപ്പൂ. എനിക്കത് കാണുമ്പോഴല്ല, ആ ചെറിയ ബ്രിഞ്ചാളിനകത്ത് വെച്ചിട്ട് ആൾക്കാർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. വലുതിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ ഇതേ ഉള്ളൂ. ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് അരിയട്ടെ. എന്നെ പോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കീറിക്കളഞ്ഞ പോലെ കീറിപ്പോവും. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് കെയർ ആയിട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിനായിട്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെള്ളം, കാരണം അത് മുങ്ങി കിടക്കാൻ വേണ്ടിട്ടേ കുറച്ച് ഉപ്പ് ചേർക്കണം. എന്ന് വെച്ചാല് ഈ ഇത് കറക്കാതിരിക്കാനാണേ. എന്നിട്ട് കത്തി വെച്ചിളക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ അതേ ഉള്ളൂ. ഞാൻ ആകെ അപ്സെറ്റ് ആണ് ഗൈസ്. ഉണ്ടാക്കി ആദ്യമേ തന്നെ മുറിഞ്ഞു പോയി. അതും കൂടെ എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു. നേരത്തെ അങ്ങനെ അങ്ങനെ ചെയ്താണ് ബാലു എല്ലാം മുറിച്ച് വന്നത്. ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയാ, ഇത് താന്നില്ലെങ്കില് താരില്ല, കാരണം പൊങ്ങിക്കിടക്കും. ഞങ്ങളാരും കണ്ടില്ല. അപ്പൊ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു. അതിന്റെ പുറത്തേക്ക് ഞാൻ ഒരു ഇടികല്ലെടുത്ത് വെച്ചു. താരട്ടെ താരട്ടെ, അഹങ്കാരം പൊങ്ങിക്കിടക്കും. ഒരെണ്ണം. അപ്പൊ ബാലുവിന്റെ ഐഡിയ പോലെ എല്ലാരും ചെയ്യാ. ആദ്യമായിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാ. 1 സ്പൂണ് കോൺഫ്ലോർ. പിന്നെ കോൺഫ്ലോർ അല്ല, അത് മൈദാപ്പൊടിയാണേ. ഇത് 1 സ്പൂൺ കോൺഫ്ലോർ പൗഡർ. പിന്നെ എരി ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതാണ് എരിവിന്റെ കാര്യല്ലേ വെച്ചിട്ട്. എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് ഇത്ര എരിവൊന്നും കഴിച്ച് ശീലില്ലെന്നറിയില്ലേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചതച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അതിന് എനിക്ക് മാറ്റി ശകലത്തിൽ എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അതങ്ങ് ചേർക്കാം. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് ഉപ്പാണേ. കണ്ടില്ലെന്നല്ല, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ചേർത്ത് ചതച്ചത്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് തിക്കായിട്ട് ഇത് കലക്കി എടുക്കണം. ഇതാണ്ട് നമ്മൾ മുറിച്ചെടുത്ത് ഉപ്പിലിട്ട് വെച്ചത് അതെടുത്ത് മാറ്റി മസാല തേക്കുന്നതിന് മുന്നോടിയായിട്ട് അതെടുത്ത് ഇനി ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണേ. തേച്ച് നന്നായിട്ട് ഈ ഉള്ളിലൊക്കെ ഇങ്ങനെ തേക്കണം. കണ്ട
വഴുതനങ്ങ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്രെഡില്ല, ഞാൻ എൻ്റെ റസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെറൈറ്റി ആദ്യ പരീക്ഷണമാണെങ്കിൽ ഞങ്ങൾ വെറൈറ്റിയിൽ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ചെയ്യുമോ? ഞാനിത് എൻ്റെ അടുത്ത് ബ്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് റസ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സാധനത്തിലേക്ക് ഇതിനെ ഇട്ടുരുട്ടുക. ഓക്കെ, ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. നിങ്ങളാൽ കഴിയുന്നത് നന്നായിട്ട് ഉരുട്ടുക. നമ്മൾ നന്നായി ഉരുട്ടി റസ്കിൻ്റെ ഇതെല്ലാം ആക്കി പൊടിയൊക്കെ ആക്കി നല്ല കുട്ടപ്പനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കാണിക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതെടുത്ത് ഇടാൻ കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഈ തണ്ട് വെച്ചേക്കണമെന്ന് പറഞ്ഞ ഇതിനാണ്, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പറയണമല്ലോ, പറയുമ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യാനോന്നോ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാമല്ലോ. ചെമ്പകപ്പൂ, ഞാൻ പറയുന്ന ചെമ്പകം കേട്ടോ. ഞാൻ പറഞ്ഞ ചെമ്പകം ഇങ്ങനെ അല്ലടാ. അതിൻ്റെ ഇതുള്ള വിരിയുന്നല്ല. ഇത് ഞാൻ ഇതിന് മുൻപ് ചെറിയ വഴുതനങ്ങയ്ക്കകത്ത് ആൾക്കാർ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ചെമ്പകപ്പൂ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ ചെമ്പകപ്പൂവിൻ്റെ പടം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വളവുള്ള വഴുതനങ്ങ അതൊന്നും നല്ലത്. ഇത് ഭയങ്കര നട്ടലിന് നീളമുള്ള വഴുതനങ്ങ, വളയുന്നില്ല. ഞാൻ അതിൻ്റെ എണ്ണ കോരി ഒഴിക്കുക. അത് എൻ്റെ ഐഡിയ ആയിരുന്നു ഗൈസ്. ഓ ഇത് ശരിയായിട്ടുണ്ട്. ഞാൻ ക്യാൻഡിൽ വിത്ത് കെയർ തൂക്കിയെടുത്തു. തൂക്കിയെടുത്തു, ഇതിലേക്ക് കിടത്തുവാണ്. ഓക്കെ, നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. എന്താ കണ്ട, ഇനി കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയില്ല, കഴിച്ച് നോക്കിയിട്ട് ഞാനും അഭിപ്രായം കമന്റ് ഇടാം. നല്ല മണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാലനും കൂട്ടരും പൊടിഞ്ഞ ആൾക്കാരെ വെച്ചു. ഓക്കെ, അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. കമന്റ് ചെയ്യുക. ബൈ. ബൈ.